എല്ലാ ഐഡിയ കിട്ടും. ഐഡിയ കിട്ടുമെന്ന് ചോദിച്ചോണ്ടിരുന്ന ഞാൻ അവിടെ നിന്ന് ഐഡിയ കണ്ടുപിടിക്കുക ആലോചിച്ചോണ്ടിരിക്കുകയല്ലേ. അല്ലേ വളരെ മോശമാണ്. നിനക്കിപ്പോൾ പഴയ പോലെ ഐഡിയ ഒന്നും വരണില്ല. നീ സന്തോഷ് ബ്രഹ്മി വാങ്ങിച്ച് കഴിക്കേണ്ട സമയമായി. നീ എന്താണ് പറയണത്? എടാ സ്വന്തം പെണ്ണിന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പറ്റാത്ത നീ എൻ്റെ അടുത്ത് ആ സംസാരിക്കണ്ട കേട്ടാ. നീ എങ്ങനെയാണ് കമ്പനിയൊക്കെ തുടങ്ങിയത് എനിക്ക് മനസ്സിലാവണില്ല. ഈ കമ്പനിയായിട്ട് എന്തൊരു ബന്ധം? ഇല്ല. എടാ ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ്, മനഃശാസ്ത്രജ്ഞനല്ല. പിന്നെ നീ യന്ത്രങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിനക്ക് ഞാൻ മനോഹരമായിട്ട് പറഞ്ഞുതരും. പക്ഷേ ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കണേ എനിക്ക് അറിഞ്ഞൂടാളിയാ. എനിക്കും മനസ്സിലായിട്ടില്ല. ഈ ചാരുമില്ലേ ഇവളെന്നെ കാണുമ്പോൾ ചിരിക്കും, കളിയും ഭയങ്കര സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഇവളെ മനസ്സിൽ എന്താണെന്ന് ഇതുവരെ എനിക്ക് പിടിയിട്ടില്ല കളിയാ. ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. പിന്നെ ആലോചിച്ചാൽ പോര്. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് നിന്റെ ആലോചിച്ചാൽ പോര്. കാര്യത്തിൽ ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയാണ് എനിക്ക് വേണ്ടത്. നിന്റെ മൈൻഡിൽ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. പറ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഇമോഷനിൽ കയറി പിടിക്കണം. അല്ല, ബർത്ത്ഡേ ആയിട്ട് അവിടെ കയറി പിടിച്ച മോശമല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ച ഇമോഷൻ തന്നെ വികാരമല്ല. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അവളുടെ ഫീലിങ്സിൽ നമ്മൾ ടച്ച് ചെയ്യണം. എടാ അളിയോ തൊടുമ്പോഴല്ലേ ഫീലിങ്സ് വരണേ. നീ പോടെ, നിന്നെ നടക്കണ്ടേ. നീ എന്തിനാ എനിക്ക് മനസ്സിലാവത്തോണ്ടല്ലേ ഞാൻ ചോദിക്കണത്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു തരുന്നേരം നീ ഒന്ന് സംസാരിക്കരുത്. ഞാൻ ഐഡിയ കറക്റ്റായിട്ട് പറഞ്ഞു തരും. നോക്കിയോ, നമ്മൾ 11:55 ആകുമ്പോഴത്തേക്ക് അവിടേക്ക് ചെല്ലുന്നു. 11:45 പോയാൽ 11:55 പോയാൽ മതി. മനസ്സിലായോ? ഞാൻ പറയും, നീ കേൾക്കും. 11:55 നമ്മൾ അവിടെ റൂമിലേക്ക് ചെന്ന് കയറി. അല്ല അവിടെ ജയൻ കാണൂലേടാ. എടാ ഞാൻ ഒന്ന് പറഞ്ഞു. എടാ ജയനൊന്നൊരു വിഷയമില്ല, ജയനൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. 11:55 നമ്മൾ കയറുന്നു, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സർപ്രൈസ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നു, കാര്യമെല്ലാം സെറ്റാക്കുന്നു. എടാ ഈ സർപ്രൈസ് എന്ത് കൊടുക്കുന്നല്ലേ ഞാൻ ചോദിക്കണം ഇത്രയും നേരമായിട്ട്. സർപ്രൈസ് വാങ്ങാൻ എടാ വരുന്നു കടയിൽ പോയിരുന്നോടാ, കുറച്ച് സാധനം വാങ്ങിക്കാണ്ട്. ഹായ്, ഒരു ഹെൽപ്പ് വേണമായിരുന്നു. പറടാ. ഷാമിനെ അവന്തി ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കള വാതിലൊന്ന് തുറന്നിടൂ. അടുക്കള വാതില് രാത്രി വൃത്തിയായിട്ടവനെ. നീ എന്നോട് എന്താ സംസാരിക്കുന്നത്? അടുക്കള വാതിൽ തുറന്നിടാനോ? അത് രാത്രി നിനക്ക് കയറാനാണ്? നിനക്ക് എന്തെന്നെ പറ്റി വിചാരിച്ചേ? അയ്യോ അതങ്ങനെയല്ല സംഭവം. നാളെ ഞാൻ പറഞ്ഞതിലുള്ളൊരു തെറ്റാണ്. നമ്മളെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ 11:55 അവിടെ ഒന്ന് തുറന്നിട്ട്. ബർത്ത്ഡേയോ അവന്തിയുടെയോ? നാളെ അവളുടെ ബർത്ത്ഡേ ഒന്നും അല്ല. ബർത്ത്ഡേ അല്ലേ? ചുമ്മാ ഒരു ഉടായ്പും കൂടെ ഇറങ്ങിക്കോളൂ രണ്ടുകൂടി. ഏലേ പറഞ്ഞ നാളെ ബർത്ത്ഡേ ആണോ? എടാ സൂക്കർ എന്നാണ് പറഞ്ഞു. അതായത് ആറ് സൂക്കർ ഫേസ്ബുക്കിലുണ്ടായിരുന്നു. വേറെ കാര്യമുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാര്യം എന്ത്? നിന്റെ ഓരോ കാര്യങ്ങൾക്ക് ഞാൻ നിന്നിട്ടില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിന് ഒരു കാര്യം ചെയ്തു തരാന്ന് പറഞ്ഞാൽ മോശമാണ് കേട്ടോ അത്. ഞങ്ങളൊന്നും പറയാതെ കൊണ്ടാ ഈ മൗനം സമ്മതം എന്നല്ലേ? അപ്പൊ ഏകദേശമൊക്കെ ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ സംഭവം നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മളെ അടവാണ്. എന്നാ നമ്മൾ പോയിട്ടുള്ള ബാക്കി കാര്യം. നീ ഒരു കാര്യം ചെയ്യും, 10:45 നീ റെഡി, ഞാൻ വരുന്നു, നിന്നെ പിക്ക് ചെയ്യുന്നു, നമ്മൾ പോകുന്നു, സർപ്രൈസ് കൊടുക്കുന്നു. സെറ്റ്. സുക്കറണ്ണൻ കൈ പറഞ്ഞ